മഹിമയിൽ രാജനെഴുന്നള്ളുന്നു. മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാ. അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. ഒരു സന്തോഷത്തോടെ കർത്താവിന് ഒരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ ആനന്ദമുണ്ട് കർത്താവിൻ്റെ വചനവുമായി ഒന്നിച്ച് കണ്ടുമുട്ടുവാൻ ദൈവം ഇടവരുത്തിയതിനെ ഓർത്ത്. 60-ാം സങ്കീർത്തനം 12-ാം വചനത്തിൽ ദൈവാത്മാവ് പറയുകയാണ്, ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. ഈ തലമുറയിൽ കർത്താവ് തൻ്റെ രാജ്യത്തിനു വേണ്ടി അനേകരെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ തലമുറയുടെ പ്രത്യേകത. വിശ്വാസം മാന്ദ്യം സംഭവിച്ച് വിശ്വാസത്തെ തള്ളിക്കളയുന്ന, സത്യത്തിനും നീതിക്കും വിശ്വസ്തതയ്ക്കും വിശുദ്ധിക്കും വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ ദൈവത്തോടൊത്ത് ഈ തലമുറയിൽ വിശ്വാസത്തിന്റെ പുതിയ അഗ്നിയെ കത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. ഇതിനു വേണ്ടിയാണ് ഇന്നത്തെ ശുശ്രൂഷ സ്വർഗം നമുക്കെല്ലാവർക്കുമായി ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ തലമുറയിൽ വിശ്വാസത്തിന്റെ അഗ്നി കത്തിപ്പടരുവാൻ? നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടെ ഈ ശുശ്രൂഷയുടെ മുൻപിലായിരിക്കുക. ഈ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിനുള്ളതായി തീരണം. അതിനായി ആഗ്രഹിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് കുടുംബത്തിലായിരിക്കുന്നവരെ, മറ്റു പല സ്ഥലങ്ങളിലായിരിക്കുന്നവരെ ഒരുമിച്ച് ആനന്ദത്തോടെ ഈ ഗാനം പാടി കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും സാന്നിധ്യം അനുഭവിച്ച് അവരൊക്കെ നമുക്ക് കൂട്ടായിരിക്കുക. വലിയ ആത്മനിറവോടെ കർത്താവിനെ സ്തുതിച്ചു മാത്രപ്പെടുന്ന കരങ്ങളടിച്ച് എല്ലാവരും ഈയൊരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. കരമടിച്ച് ശക്തിയോടെ ഈയൊരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാം. യേശുരാജനെ നമ്മെ മറന്നു
മേഖലകളിലെ കർത്താവേ കരം നീട്ടുക, അനുഗ്രഹിക്കുക, അഭിഷേകിക്കുക, സൗഖ്യമാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകളെ കർത്താവിനെ സമർപ്പിക്കേ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കേ, വിശ്വാസത്തിന്റെ പുതിയ അഗ്നി നമ്മുടെ തലമുറകളിൽ കത്തിപ്പടരുവാൻ, സത്യവിശ്വാസത്തിനെതിരെയുള്ള എല്ലാ അടിമത്ത ബന്ധനങ്ങളും ആധിപത്യ കെട്ടുകളും അഴിഞ്ഞു മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരം നീട്ടണം. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയുടെ കർത്തൃത്വം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കും മക്കളെ, വിശ്വാസത്തിൽ കത്തിച്ചൊലിക്കുന്ന അഭിഷേക ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേ. വിശ്വാസം നഷ്ടപ്പെട്ട് വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് നിരീശ്വരത്തിലേക്കും ഭൗതികവാദങ്ങളിലേക്കും ഈ ലോകത്തിന്റെ ഭോഗേച്ഛകളിലേക്കും കടന്നു പോകുന്ന ഈ തലമുറയുടെ മേൽ കർത്താവിന്റെ കരം നീട്ടപ്പെടുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേ. യേശുവേ കരുണയായിരിക്കണമേ. ഈ തലമുറയുടെ മേൽ, ഈ ലോക വ്യവസ്ഥയുടെ മേൽ, ഈ കാലഘട്ടത്തിന് മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ നിന്ന് അതിപ്രാധാന്യമേറിയ ഒരു ആലോചനയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക. നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഈ തലമുറയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഈ തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആത്മഭാരമുള്ളവരായി മാറണം. നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? പത്രങ്ങളിലും മറ്റു പല മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റി? 3 ആഴ്ചകൾക്ക് മുൻപ് കോട്ടയം അതിരമ്പുഴ കാരിസ് ഭവനിൽ 5 ദിവസത്തെ ഒരു ധ്യാന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷങ്ങളായി കുഞ്ഞുങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായി കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള ക്രിസ്ത്യൻ ടീമിലെ സന്തോഷ് ചേട്ടൻ കാണുവാനായിട്ട് വന്നു. ഈ കാലഘട്ടത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യണം, ഈ തലമുറയ്ക്ക് എപ്രകാരം നമ്മൾ വിശ്വാസത്തെ പകർന്നു കൊടുക്കണം, ഇതൊക്കെ പങ്കുവെക്കാനാണ് സന്തോഷ് ചേട്ടൻ കടന്നു വന്നത്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് വെളിപ്പെട്ട ചില കാര്യങ്ങൾ അത് എൻ്റെ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തി. ഈ ആത്മഭാരത്തോടെയാണ് ദൈവമക്കളെ ഈ ദൂത് പറയാൻ നിങ്ങളുടെ മുൻപിൽ ഈ മണിക്കൂറുകളിൽ ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങള് എങ്ങോട്ടാ പോണത്? നമ്മുടെ തലമുറയ്ക്ക് എന്താ പറ്റിയത്? പത്രങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ള പല പത്രവാർത്തകളുടെ ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അതിൽ ഓരോ സ്ഥലത്തും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള അശ്ലീലതകളും മ്ലേച്ഛതകളും മൊബൈൽ ഫോണിലൂടെ, ഇന്റർനെറ്റ് ചാറ്റിങ്ങിലൂടെ, സ്കൂളിൽ പഠിക്കുന്ന ആ പഠന മേഖലയിലൂടെ ഒക്കെ കടന്നു വരുന്ന ഒരുപാട് അശുദ്ധി നിറഞ്ഞ അശ്ലീലമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും അത്തരത്തിലുള്ള പ്രവർത്തികളെക്കുറിച്ചുള്ള പത്രങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന ഒരുപാട് റിപ്പോർട്ടുകൾ അദ്ദേഹം കാണിച്ചു തന്നു. ഇത് കാണിച്ചു തന്ന് ഞാനിത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അറിയാതെ ശരിക്കും തകർന്നു പോയി. ഈ തലമുറയിലേക്ക് വിശ്വാസത്തെ യഥാർത്ഥമായി നമ്മൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ ഈ തലമുറ കൈവിട്ടു പോകും. അദ്ദേഹം വീണ്ടും ചില അനുഭവങ്ങൾ പങ്കുവെച്ചു. നമ്മുടെ ചില പ്രധാനപ്പെട്ട ചാനലുകളിലൂടെ ഇന്ന് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അശ്ലീലത നിറഞ്ഞ നൃത്തരംഗങ്ങൾ, ഇതാരെയും വേദനിപ്പിക്കാനും ആരെയും കുറ്റപ്പെടുത്താനും വേണ്ടി പറയുന്നതല്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് മക്കളെ. 10, 11, 12 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ക്യാമറ ഡ്രസ്സുകൾ അണിയിപ്പിച്ച് നിർത്തി അശ്ലീലമായ നൃത്തരംഗങ്ങളും സ്റ്റെപ്പുകളും ചെയ്ത് അതിന് ജഡ്ജ് ചെയ്യാനിരിക്കുന്ന ചില വ്യക്തികള്, നീ കുറെ കൂടി സെക്സി ആവണം, നീ കുറെ കൂടി അങ്ങനെയാവണം
എന്ന് ആരെ 10-15 വയസ്സുള്ള കുട്ടികളെ നോക്കിയിട്ടാ പറയുന്നത്. അവരെ കൂടുതൽ അശുദ്ധിയിലേക്കും അശ്ലീലതയിലേക്കും കടത്തിവിട്ട് ഈ തലമുറയെ കുടുംബങ്ങളിൽ നിന്ന് വേർപെടുത്തുവാനായിട്ടുള്ള ചില സാത്താനികമായ പ്രവർത്തികൾ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ഫാമിലികളെ ബ്രേക്ക് ചെയ്യുക, കുടുംബ ബന്ധങ്ങളെ തകർക്കുക എന്നുള്ളതാ. മാതാപിതാക്കളിൽ നിന്ന് മക്കളെ മാറ്റുക. ഇന്ന് അവിടെ വരേക്ക് എത്തിക്കഴിഞ്ഞു. 5 വയസ്സുള്ള പെൺകുട്ടി ഡാഡിയോട് പറഞ്ഞു, ഡാഡി എനിക്ക് അല്പം ഫ്രീഡം വേണം കേട്ടോ. ഡാഡി എന്തെങ്കിലും പുറകെ നടന്ന് മോളെ എന്ന് വിളിച്ച് നടക്കുന്നത്, എനിക്ക് അല്പം ഫ്രീഡം താ, എനിക്ക് 5 വയസ്സായില്ലേ. കാരണം അവള് കാണുന്നതും കേൾക്കുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളാ. പ്രിയമുള്ളവർ, ഇതുപോലുള്ള അശ്ലീല രംഗങ്ങൾക്ക് അതിനെ ചുവട് പിടിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ. അതാണ് ഏറ്റവും വലിയ വേദന. ചിന്തിച്ചു നോക്കിയേ, ഈ തലമുറ എങ്ങോട്ടാ പോണത്? ഇതാണ് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കാണുന്നത്. ഇങ്ങനെയുള്ള അശ്ലീലത നിറഞ്ഞ സംഗീതങ്ങള്, നൃത്തങ്ങള്. ഇന്ന് അനേകരുടെ ധാരണ ഇതൊക്കെ ചെയ്താലാണ് സമൂഹത്തിൽ മാന്യത കിട്ടുകയുള്ളൂ. ഇതിലൂടെയൊക്കെ കടന്നു പോയാലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുബോധനം ഉണ്ടാവുകയുള്ളൂ. ചിലർ പറ, ഇന്നത്തെ അനേകം പാരന്റ്സ്, എനിക്ക് ഉറപ്പുണ്ട് ഈ ശുശ്രൂഷയിൽ അനേകം മാതാപിതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ മാതാവേ, പിതാവേ, നിന്റെ തലമുറയെ നീ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ അഭിഷേക ദൂത് നിന്റെ അകത്തോട്ട് കയറണം. ഇത് ഈ കാലഘട്ടത്തിലെ പാരന്റ്സിനുള്ള മെസ്സേജാ, ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങൾക്കുള്ള മെസ്സേജാ. സമർപ്പിതർക്കും അതേ കർത്താവിന്റെ വേല ചെയ്യുന്ന ഓരോ ശുശ്രൂഷകർക്കുമുള്ള ആലോചനയാ. നമ്മൾ ഈ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ തലമുറ കൈവിട്ടു പോകും. അമേരിക്കയിൽ യൂറോപ്പിലൊക്കെ സംഭവിച്ചത് ഇവിടെ സംഭവിക്കും. വിശ്വാസം ചത്തുപോകും, വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് സന്തോഷ് ചേട്ടൻ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് തുറന്ന് ഈ നൃത്തരംഗങ്ങളൊക്കെ കാണിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 11 വയസ്സുള്ള ഒരു കുട്ടി പണ്ടത്തെ ഒരു പാട്ടും വെച്ച് ക്യാബറ കളിച്ചുകൊണ്ടിരിക്കുക. ക്യാബറ, അതുപോലത്തെ ഡ്രസ്സ്, അതുപോലെ സെക്സി ലുക്ക്, ആ മുഖത്തെ ഭാവങ്ങൾ എല്ലാം അങ്ങനെ പ്രകടമാക്കാൻ അവിടെയുള്ള ജഡ്ജസ് പറയാ. ഈ കുട്ടി അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് അനേകം കുടുംബങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ തലമുറ മ്ലേച്ഛതയിലേക്കും പാപത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടില്ലേ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു പയ്യൻ, കൊച്ചു കുഞ്ഞ്, അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ തൊട്ടടുത്ത് വീട്ടിലുള്ള 3.5-4 വയസ്സുള്ള കുഞ്ഞിനെ ചാമ്പയ്ക്ക തരാമെന്നും പറഞ്ഞ് വശീകരിച്ച് കൊണ്ടുപോയി തൊട്ടപ്പുറത്തെ സ്ഥലത്ത് പോയി പീഡിപ്പിക്കുക. ഇന്ന് പത്രങ്ങൾ പോലും വായിക്കാൻ പറ്റത്തില്ല. അതുപോലെയുള്ള പീഡനങ്ങളും മ്ലേച്ഛതകളും കൊണ്ട് പത്രമാസികകള് ഇന്ന് നിറഞ്ഞിരിക്കുകയാ. എന്താ ഇതിന്റെ കാരണം? ദൈവത്തിലുള്ള വിശ്വാസം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. സഭയിലുള്ള വിശ്വാസവും ഇന്ന് അനേകരുടെ ജീവിതങ്ങളിൽ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒത്തിരിയേറെ മനുഷ്യര് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വളരെ കോമ്പറ്റീറ്റീവായൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുപോലെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലെ കണ്ടും കേട്ടും വേണം കുഞ്ഞുങ്ങളൊക്കെ വളരാൻ. നിങ്ങളീ പറയുന്നത് നല്ല ഭക്തി, ഇത് നല്ല വിശ്വാസം എന്ന് പറയുന്ന അനേക മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, തലമുറയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. ഈ 20 വർഷക്കാലത്ത് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ അനേകം തകർന്നുപോയ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. കണ്ണീരോടുകൂടി അവിടെ തലമുറകൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരെ. അവരെല്ലാവരും പറഞ്ഞൊരു വാക്കുകൾ ഇത് തന്നെയായിരുന്നു: ഞങ്ങളുടെ മക്കൾക്ക് എല്ലാം കണ്ടും കേട്ടും കൊടുത്തും വളർത്തി, പക്ഷെ ദൈവത്തെ കൊടുത്തില്ല, വിശ്വാസം കൊടുത്തില്ല, ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തില്ല, കുദാശകളുടെ മഹത്വം മനസ്സിലാക്കി കൊടുത്തില്ല. ഞങ്ങളുടെ തലമുറ ഞങ്ങൾക്ക് കൈവിട്ടുപോയി. പ്രിയമുള്ളവരെ, നമുക്കിത് സംഭവിക്കരുത്. ഇവിടെയാണ് എന്റെയും നിങ്ങളുടെയും ദൗത്യം യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്. ഈ തലമുറയിൽ വിശ്വാസത്തിന്റെ അഗ്നിയെ കൊളുത്തുന്ന അഭിഷിക്ത ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടണം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അപ്പോസ്തലന്റെ വാക്കുകൾ 3 കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുകയാ. 1, ഞാൻ നന്നായി പൊരുതി, ഞാൻ വിശ്വാസത്തിന് വേണ്ടി പൊരുതി. അതെ, നമ്മൾ പൊരുതേണ്ടി വരും സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ.
അനേകം ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലേക്കും ഈ വിശ്വാസത്തെ പകർന്നു കൊടുക്കുവാൻ നമ്മൾ പൊരുതേണ്ടി വരും. ചിലപ്പോൾ തല പോകും, രക്തം ചിന്തേണ്ടി വരും. ചിലപ്പോൾ ഒരുപാട് നഷ്ടങ്ങളും അപമാനങ്ങളും സഹനങ്ങളും നമുക്കുണ്ടാകും. ഇതാണ് ദൈവമക്കളെ യഥാർത്ഥ ക്രിസ്തീയ സഹനം എന്ന് പറയുന്നത്. അപ്പോസ്തലൻ പറയുക, ഞാൻ നന്നായി പൊരുതി. നീറോയുടെ പട്ടാളത്തിന്റെ മുൻപിൽ പൗലോസ് നിൽക്കുമ്പോഴും അവൻ വിശ്വാസത്തിന് വേണ്ടി പൊരുതി. നീറോയുടെ പട്ടാളക്കൂട്ടം പൗലോസ് അപ്പോസ്തലനെ തലവെട്ടി. എന്തിനു വേണ്ടി? വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ട്. രണ്ടാമത് പൗലോസ് പറയാണ്, എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. എങ്ങോട്ടുള്ള ഓട്ടം? എങ്ങോട്ടുള്ള ഓട്ടം? യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ടുള്ള വിശ്വാസത്തിന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. മൂന്നാമത് പൗലോസ് പറയാണ്, എന്റെ വിശ്വാസം ഞാൻ കാത്തു. എന്റെ വിശ്വാസത്തെ ഞാൻ കാത്തു സൂക്ഷിച്ചു. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഈ ആത്മീയ സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് വേണ്ടി പൊരുതുന്നവരാകണം. രണ്ട്, നമ്മൾ യേശു ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഓടുന്നവരായി തീരണം. മൂന്ന്, എവിടെയും നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം. ഇന്ന് വേറെ ചില വ്യക്തികൾ പറയാറുണ്ട്, സഹോദര, ഈ കാലഘട്ടത്തില് ഇതൊക്കെ നടപ്പാവുന്ന വല്ല കാര്യമാണോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചിലർ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇത് എന്താ ഈ പറയണേ? ഇതൊക്കെ നടപ്പാവുന്ന കാര്യമാണോ? നമുക്ക് ചെയ്യാൻ കഴിയാത്തതായ ഒരു കാര്യവും കർത്താവ് തന്റെ വചനത്തിലൂടെ നൽകിയിട്ടില്ല. നമുക്കിത് ചെയ്യാൻ കഴിയും. അതിനുള്ള സമർപ്പണം നമുക്ക് വേണം, ആഗ്രഹം നമുക്ക് വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്താൻ പറ്റും. നമ്മുടെ തലമുറയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ പകരുവാൻ നമ്മെ കൊണ്ട് കഴിയും. ചിലർ പറയാറുണ്ട്, ഈ സാഹചര്യങ്ങൾ ഞങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. എന്റെ സാഹചര്യമാണ് എന്റെ ജീവിതത്തെ ഇതുപോലാക്കിയത്. എന്റെ കുടുംബത്തിന്റെ സാഹചര്യമാണ് എന്റെ ജീവിതത്തെ തകർത്തത്. ഈ അശുദ്ധ പാപത്തിലേക്ക്, ഈ മ്ലേച്ഛതയിലേക്ക്, ഈ അവിഹിത ബന്ധത്തിലേക്ക്, ഇതുപോലെയുള്ള പാപത്തിന്റെ കുരുക്കുകളിലേക്ക് എന്നെ നയിച്ചത് എന്റെ സാഹചര്യമാണെന്ന് അനേകർ പറയാറുണ്ട്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ സാഹചര്യത്തെ പഴി പറയണ്ട. കുഴപ്പം സാഹചര്യത്തിനല്ല, കുഴപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമുക്ക് തന്നെയാണ് കുഴപ്പം. പഴയ നിയമത്തിലോട്ട് നമ്മൾ വരുമ്പോൾ എനിക്ക് പഴയ നിയമം ഇഷ്ടപ്പെട്ട ഒരു ദൈവ മനുഷ്യനാണ് പൂറ ജോസഫ്. ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായത്തിലോട്ട് നമ്മൾ വരിക. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വചനം പറയുന്നുണ്ട്, 20 വെള്ളിക്കാശിന് ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനെ അടിമയായി വിറ്റു. ഈജിപ്തിന്റെ അടിമച്ചന്തയിൽ ജോസഫ് നിൽക്കുക. നമ്മളിന്ന് ഭാവന കണ്ടേ, ഇത് ഈജിപ്തിന്റെ അടിമച്ചന്തയാണെന്ന്. ഈജിപ്തിന് അധികാരിയായ ഫറവോയുടെ കാവൽപട നായകനായ പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. അവന്റെ വീട്ടിലോട്ട് ഒരു വീട്ടുവേലക്കാരനായി, അടിമയായി പോത്തിഫർ അവനെ കൊണ്ടുവരികയാണ്. പൂര ജോസഫിന്റെ ജീവിത സാഹചര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇന്ന് പലരും പറയുന്നില്ലേ, എന്റെ സാഹചര്യമാണ് എന്നെ ഇതുപോലെ ആക്കിയതെന്ന്. ഇത് അവർക്കുള്ള മെസ്സേജാ. ദൈവം എന്തായി പറയുന്നത്? പൂര ജോസഫിനെ സ്നേഹിക്കാൻ ആരില്ല, നല്ല വാക്ക് പറയാൻ ആളില്ല, അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല, അവന്റെ വേദനയും കഷ്ടതയും മനസ്സിലാക്കി ഒരു പ്രോത്സാഹനം കൊടുക്കാൻ ഒരു മനുഷ്യൻ പോലുമില്ല. എല്ലാവിധത്തിലും തകർന്നൊരവസ്ഥയിൽ ജോസഫ് ഇരിക്കുക. ഈ സമയത്താണ് സുന്ദരിയായ, മിടുമിടുക്കിയായ, നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പെണ്ണ്, അവന്റെ യജമാനത്തി, പോത്തിഫറിന്റെ ഭാര്യ, ആവോളം സ്നേഹം കൊടുക്കുവാൻ ജോസഫിന്റെ അടുത്തേക്ക് വരുന്നത്. ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളിടയിലും യുവജനങ്ങളുടെ ഇടയിലൊക്കെ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട്, ഞങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല, സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയൊക്കെ ആയത്. ഇന്ന് നാളികേര കൊത്തിന്റെ പുറകെ എലി പോണത് പോലെയാണ് അശുദ്ധിയിലേക്ക് അനേകം കുഞ്ഞുങ്ങളും ഈ തലമുറയും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, എന്താണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്? ഇതുപോലെ തകർക്കപ്പെട്ട സാഹചര്യമായിരുന്നു ജോസഫിനെ. ഈ സമയത്താണ് അവന്റെ ജീവിതത്തിലേക്ക് ഈ സ്ത്രീ വരുന്നത്. എന്നാൽ ജോസഫ് പറയുന്ന കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായത്തിലോട്ട് വരുമ്പോൾ 7ഉം 8ഉം വാക്യങ്ങൾ പരിശോധിക്കുക. അവന്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എന്റെ കൂടെ ശയിക്കുക അവൾ അവനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ
അവൻ വഴങ്ങിയില്ല. വീണ്ടും വചനം പറയാ, അനുദിനം ഓരോ ദിവസവും അവൾ പറഞ്ഞു, ജോസഫേ, ഞാൻ നിനക്ക് സ്നേഹം തരാം, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തരാം, ഞാൻ നിന്നെ വളർത്താം. ഇന്ന് പലപ്പോഴും പത്രങ്ങളിൽ കാണുന്നില്ലേ, കാമുകനും ഭാര്യയും ചേർന്ന് ഭർത്താവിനെ വെട്ടിക്കൊന്നു. ഈ സ്ത്രീ എന്തിനും റെഡിയാ. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, രക്ഷപ്പെടുവാനുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ട് ഈ സ്ത്രീ മാറുക. ഈ പെണ്ണിനെ കൂട്ടുപിടിച്ചാൽ ജോസഫിന് വേണമെങ്കിൽ ഒരു ഉയർന്ന പദവിയിലോട്ട് വരാം, ഈ അടിമപ്പണിയിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ആ സാഹചര്യത്തിലും ജോസഫ് അവന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു. പ്രിയ ദൈവമക്കളെ, ഇന്ന് സഭയ്ക്ക് ആവശ്യം, സമൂഹത്തിന് ആവശ്യം ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളെയാണ്. ഹല്ലേലൂയ. ജോസഫ് എന്താ പറഞ്ഞെന്നറിയോ? 9-ാം വചനത്തിലോട്ട് വരുമ്പോൾ കാണുവാൻ കഴിയും. അവൻ പറഞ്ഞു, ഇത്ര നീചമായി പ്രവർത്തിച്ച് എന്റെ ദൈവത്തിനെതിരെ ഞാൻ എങ്ങനെയാണ് പാപം ചെയ്യുക? ഞാൻ ഒരിക്കലും എന്റെ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. വാക്യം 11-12 വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ദിവസം വേലക്കാട് ആരുമില്ലാത്ത സമയത്ത് ജോസഫ് ആ വീടിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്ത്രീ വന്ന് അവന്റെ മേലങ്കിക്ക് കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ജോസഫേ, എന്നോടുകൂടെ പാപം ചെയ്യുക. എന്നാൽ അവൻ തന്റെ മേലങ്കി ഊരിക്കളഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവൻ ആ സാഹചര്യത്തിന്റെ മുൻപിലും, പാപം ചെയ്യാൻ തനിക്ക് ലഭ്യമായ ആ സാഹചര്യത്തിന്റെ മുൻപിൽ അവൻ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു. പ്രിയ സഹോദര സഹോദരി, നിസാര നേട്ടങ്ങൾക്ക് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടി, ഉന്നമനങ്ങൾക്ക് വേണ്ടി, സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങളും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യരുത്. എവിടെയും നമ്മുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുന്നവരായി, ഉയർത്തുന്നവരായി നമുക്ക് മാറുവാനായിട്ട് കഴിയണം. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. തന്റെ ആത്മീയ സന്താനമായ തിമോത്തിയോസിനെ നോക്കിക്കൊണ്ട് പൗലോസ് ഇത് തന്നെയാ പറഞ്ഞത്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, അല്ലയോ തിമോത്തിയോസേ, നീ വിശ്വാസത്തിന് വേണ്ടി നല്ല പോരാട്ടം നടത്തുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ തലമുറയ്ക്ക് നമ്മുടെ വിശ്വാസത്തെ പകർന്നു കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ കുറെ കൂടി സമർപ്പണമുള്ളവരായിട്ട് മാറുക. നമ്മൾ ഈ തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കൗമാര പ്രായത്തിലുള്ളവര്, യുവജനങ്ങള്, ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കണം. കർത്താവിന്റെ കരുണയാലും കൃപയാലും ഈ ജനറേഷൻ പിടിക്കപ്പെടുവാനായിട്ടുള്ള ആത്മഭാരം നമുക്കുണ്ടാകണം. ഈ ഒരു അഭിഷേകം നമ്മുടെ മേലും നമ്മുടെ തലമുറയുടെ മേലും ഈ കാലഘട്ടത്തിന് മേലും വന്ന് വീഴുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ഈ ഒരു ശുശ്രൂഷയ്ക്കായി, ഈ ഒരു ദൗത്യത്തിനായി കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യ സാന്നിധ്യം എൻ്റെ ഉള്ളിലേകുന്നു ആനന്ദം. ദിവ്യകാരുണ്യ സ്നേഹമല്ലാതെ ഒന്നുമേകില്ല സന്തോഷം. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം തിരുവോസ്തിയായി, ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. വിശ്വാസത്തെ നമ്മൾ എപ്രകാരമാണ് കാത്തു സൂക്ഷിക്കേണ്ടതെന്ന്. സാധിക്കുന്ന എല്ലാ ദൈവമക്കളും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, അല്പം വില കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും സ്വർഗം പകരുകയാണ്. പ്രിയ സഹോദര സഹോദരി,
നിന്റെ ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും, നൊമ്പരങ്ങളെയും, ദുഃഖങ്ങളെയും, നീ അനുഭവിക്കുന്ന സകല ഭാരങ്ങളെയും പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇരുകരങ്ങളും യാചനാപൂർവം ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. എവിടെയും സത്യവിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്ന, വിശ്വാസത്തിന്റെ സംരക്ഷകരായി തീരുവാനായി കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. നുറുക്കത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. ഇത് അനേകരെ കർത്താവ് സ്പർശിക്കുന്നു. ഇതാ അഭിഷേകത്തിന്റെ പെരുമഴയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇത് അത്ഭുതത്തിന്റെ സമയം, ഇത് വിടുതലിന്റെ സമയം, ഇത് സൗഖ്യത്തിന്റെ സമയം, കർത്താവ് ഇടപെടുന്ന സമയം. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഇതാ പൂർണ്ണമായി വിശ്വസിക്കുന്ന ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകമായി കത്തിപ്പടരുന്നു. സ്വരമുയർത്തി ആത്മാവിനെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ തെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഈശോ നൽകുന്ന ഈ അഭിഷേകത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ആത്മാവിലും വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ, വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ. കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, സഭാ സമൂഹങ്ങളെ ഉണർത്തണമേ, ദേശങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയും വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സാധ്യതകൾ പ്രാർത്ഥനയ്ക്കുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ അസാധ്യതകൾ സാധ്യതകളായി വെളിപ്പെടാൻ തുടങ്ങും. രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ.